എന്താ വിഷയം? അത് മൊയ്തൂക്ക, നമ്മുടെ സത്യശീലന്റെ വൈഫ് ഉണ്ടല്ലോ മണ്ടോദരി, അവര് ഇൻസ്റ്റാഗ്രാമില് റീൽസും അതും ഇതൊക്കെ ചെയ്യണല്ലോ, ഒരുപാട് ആളുകൾ കാണാറുണ്ട്. അപ്പൊ ഇവൻ അതിന് ലൈക്ക് ചെയ്യാറുണ്ട് എപ്പോഴും, ഇവരുടെ പ്രോഗ്രാം കണ്ടിട്ടെ. അപ്പൊ ഒരു ദിവസം മെസ്സേജ് വിട്ടപ്പോ ഇവന് ലവ് ചിഹ്നം വിട്ടേക്കണ്. അങ്ങാടും ഇങ്ങാടും ഒക്കെ ചിഹ്നം വിട്ട് കളിക്കലുണ്ട്. ഇപ്പൊ ഇവര് ഒളിച്ചോടാൻ തീരുമാനിച്ചിട്ട് ഇവൻ വീട്ടിൽ ചെന്നാണ് അവളുടെ. അപ്പൊ സത്യശീലം കണ്ട് ഇവന് ഓടിച്ചിട്ടെന്ന് പറഞ്ഞു, ആ വഴി വന്നതാണ്. എന്നിട്ട് ഉപദേശം തേടാൻ വന്ന എന്റെ അടുത്താ. എന്തിനാണ് ഇങ്ങനെ നശിപ്പിക്കുന്ന ചെക്കന്മാരെ? വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നിൽക്കണോ? നശി ബാക്കിയുള്ളവർ നശിപ്പിക്കാൻ നിൽക്കണം. വേണ്ടാത്ത കാര്യമല്ല, അവളാണ് ഇവന് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. മാനമര്യാദയായിട്ട് സത്യശീലിന്റെ കൂടെ ജീവിക്കുന്ന പെണ്ണാണ്. സത്യശീലിനോട് അവൾക്ക് അസംതൃപ്തി ഉണ്ടെന്ന്. അയാൾ മര്യാദ ഊളെ താടിയും വെച്ച് പണിക്കും പോകൂല, ഒടുക്കത്ത ബുക്ക് വായനയും അങ്ങനെയൊക്കെ സഹിക്കാൻ പറ്റില്ല പെണ്ണുങ്ങൾക്ക്. ഇവനെ പോലത്തെ യോയോകളുടെ അടുത്ത് ഇഷ്ടം തോന്നുന്നു. അതിനെന്താ തെറ്റ്? ഞാൻ കേട്ട് പഠിക്കേണ്ടവരൊന്ന് നീ വിളിക്കാണ്. അവളെ കൂടി കൂടിയപ്പോ ഇവനൊരു മെന വെച്ച് അതൊന്നും നോക്കും. ഇങ്ങനെയാണ് ഇവൻ നടന്നേച്ചത്. ഞാൻ കുറ്റം പറയണം. നമ്മൾ ഇത്രയും കൊല്ലം ഈ പീഡിയത്തിന്റെ ഇരുന്നിട്ട് ഒരു ലവും ഇല്ല, ചിഹ്നവും ഇല്ല. അത് വേറെ ഏതെങ്കിലും പീഡിയത്തിൽ മാറ്റിക്കൂടാ. നിങ്ങൾ പീഡിയ നിർത്തുന്നു, ഇവിടെ വേറെ ആളുകൾ നടത്താനുണ്ട്. നമ്മൾ നിർത്തണം. കുറെ കാലമായിട്ട് വാപ്പയുടെ കാലത്ത് വാപ്പയുടെ കാലം തൊട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. എന്നോട് ഇന്ന് വരെ ഈ ഭാഷ വാപ്പ പറഞ്ഞിട്ടില്ല. വാപ്പനെ പറഞ്ഞാൽ മതി. എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. വാപ്പുള്ള കാലത്തെ നമ്മുടെ കുത്തിരിക്കൽ കണ്ട് ഇനിയിപ്പോ അതിന്റെ പേര് നേരെ ഓടിയിട്ടുണ്ടാവും. അതെ, അന്നോടൊരു കാര്യം ചോദിക്കാറുണ്ട്. നമ്മുടെ സത്യശീലന്റെ ഗേറ്റിന്റെ അവിടുന്ന് ഓടി പോണുണ്ടല്ലോ. അല്ല, എന്താ ഇപ്പൊ ഓറെ കണ്ടപ്പോ ഓടാനുള്ള കാരണം എന്താ ചോദിച്ചു ഞാന്. അതെ കോയിക്ക, ഈ ഉണ്ണിയും സത്യശീലിന്റെ ഭാര്യ മണ്ടും തമ്മിൽ ചെറിയൊരു കൊളാബറേഷൻ ഉണ്ട്. എന്ത് ചെറിയ കൊളാബറേഷൻ? അതെ, ഒരു വർത്താനം ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മാന്യായിട്ട് ജീവിക്കണ ഒരു കുടുംബമാണ് ആ സത്യശീലിനൊക്കെ. മാന്യനായിട്ട് പറഞ്ഞ് നാക്കടത്തിലുള്ള മാന്യമര്യാദയായിട്ട് ജീവിക്കുന്ന കുടുംബമാണ്. അതെ, എനിക്കിപ്പോ എന്താ മൊബൈലില് മറ്റേ ചിഹ്നം വന്ന അതൊക്കെ വരും. അതെ, മാന്യമായിട്ട് കഴിയുന്ന ഒരു കുടുംബമാണ്. ആ സുഖത്തിനൊക്കെ കാലങ്ങളായിട്ട് അറിയുന്ന ഒരാളാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാനും അവനോട് പറയണായിരുന്നു, ആവശ്യമില്ലാത്ത പണി കേൾക്കണ്ട, ഒഴിവാക്കിക്കോന്ന്. അതെ, എനക്കും ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാണോ? എന്താ വയസ്സിന് മൂത്തോരാ പറഞ്ഞത്. ആ കേട്ടാൽ ഞങ്ങൾക്ക് നല്ലതാ. എന്താ ഓനക്ക് ഇഷ്ടമാണ് ഇത്ര എന്റെ അടുത്തുള്ള ഒരു പെണ്ണിനെ. ഓനക്ക് അങ്ങനെ എന്താ എനിക്ക് ഇഷ്ടം? എന്താ ജിലേബിയോ? അതൊരു കുടുംബിനിയാണ്. അത് മനസ്സിലാക്കിക്കോ. എനിക്ക് കുടുംബം വേണ്ടേ? എനിക്ക് കുടുംബം